Good evening. Welcome back to Varanda Race YouTube channel. എൻ്റെ പേര് ക്രിസ്ത്യൻ. നമ്മൾ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് RRB NTPCയുടെ ലൈവ് റിവിഷൻ സീരീസ് ഓൺഗോയിങ് ആണ്. നമുക്കറിയാം ജൂൺ 5 മുതൽ NTPC എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ GKയിലെ ക്വസ്റ്റ്യൻസുമായാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മൾ അന്ന് ലാസ്റ്റ് നമ്മൾ പോയതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അറിയാം GKയുടെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 40 മാർക്കാണ് നമ്മുടെ NTPC എക്സാമിന് വരുന്നത്. അതിൽ മാക്സിമം തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കാം. എഗെയിൻ ഇന്നലെ അറ്റൻഡ് ചെയ്തൊക്കെ അറിയാം, നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒരു Q&A ഫോർമാറ്റ് മാത്രമല്ല, മറിച്ച് ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് ചുറ്റും റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫാക്ട്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, സോ അതേ സമയം കളയണ്ട, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിബ്രു-സൈഖോവ, നമേരി ആൻഡ് ഒറാങ് നാഷണൽ പാർക്ക് ആർ ഓൾ ഫൗണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ്? സോ സ്ട്രാറ്റജിക്കയുടെ ക്വസ്റ്റ്യൻ ആണ്. ഡിബ്രു-സൈഖോവ, നമേരി ആൻഡ് ഒറാങ് നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്ന ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണെന്നാണ്. ഇതിൻ്റെ ഉത്തരം അസാമാണ്. അസാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കറിയാം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ ഓരോ സ്റ്റേറ്റിലും മേജർ ആയിട്ടുള്ള കുറച്ച് നാഷണൽ പാർക്സ് ഉണ്ട്, അത് പഠിച്ചു വെക്കണം. നാഷണൽ പാർക്സ് മാത്രമല്ല, ഫോക്ക് ഡാൻസ്, ഫെസ്റ്റിവൽസ് ഒക്കെ പഠിക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കിപ്പോൾ ഓരോന്നിൻ്റെ ഒരു 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ആന്ധ്രാപ്രദേശിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് പാപികൊണ്ട നാഷണൽ പാർക്ക്. പാപികൊണ്ട നാഷണൽ പാർക്ക്. അരുണാചൽ പ്രദേശിലാണ് നാംഡഫ നാഷണൽ പാർക്ക് ആൻഡ് മൗലിംഗ് നാഷണൽ പാർക്ക്. ഓക്കെ, സോ 2 സ്റ്റേറ്റ് പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ പാപികൊണ്ട നാഷണൽ പാർക്ക്, അരുണാചൽ പ്രദേശിൻ്റെയാണ് നാംഡഫ ആൻഡ് മൗലിംഗ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണം ഉണ്ട്. 2 അല്ല, അതിൽ കൂടുതലുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കുന്നത് ഇപ്പോൾ 2 എണ്ണമാണ്. ഒന്നാമത് ജിം കോർബെ. നിങ്ങൾ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും ജിം കോർബെ നാഷണൽ പാർക്ക്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബെ നാഷണൽ പാർക്ക്. രണ്ടാമത്തേത് വാലി ഓഫ് ഫ്ലവേഴ്സ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. ആക്ച്വലി നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജിം കോർബെ നാഷണൽ പാർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. സോ നമ്മൾ അസാമിൽ ഓൾറെഡി നമ്മൾ 3 എണ്ണം ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അതും കൂടെ പഠിച്ചു പോകാം. നമുക്കിപ്പോൾ മേ ബി ഡിബ്രു-സൈഖോവ മാത്രമേ അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി 2 കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു തന്നെ പോവുക. ഡിബ്രു-സൈഖോവ കൂടാതെ നമേരി നാഷണൽ പാർക്കും ഒറാങ് നാഷണൽ പാർക്കും എവിടെ തന്നെയാണ്? അസാമിൽ തന്നെയാണ് ഈ 2 നാഷണൽ പാർക്കും വരുന്നത്. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഞ്ച്, അഗെയിൻ ഒരു സ്ട്രാറ്റജി ക്വസ്റ്റ്യൻ ആണ്. മാഞ്ച് ഈസ് എ ഫോക്ക് ഡാൻസ് ഫ്രം ഏത് സ്റ്റേറ്റ് ആണെന്നാണ്. ഞാൻ തൊട്ട് മുന്നേ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് എന്താണ്, നാഷണൽ പാർക്ക് പോലെ തന്നെ ഫോക്ക് ഡാൻസ് ആൻഡ് ഫെസ്റ്റിവൽസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് സ്ട്രാറ്റജിക്ക്. അത് കവർ ചെയ്യുന്നത് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. സോ ഇതിൻ്റെ ഉത്തരം മാഞ്ച് ഫോക്ക് ഡാൻസ് വരുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെയും കൂടെ 1-2 ഫോക്ക് ഡാൻസ് കൂടെ ഇമ്പോർട്ടൻ്റ് നമുക്ക് പഠിച്ചു പോകാം. കേരള ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. കേരളത്തിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഹരിയാന ആൻഡ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ തന്നെ ഇമ്പോർട്ടൻറ്റ് 2 ഞാൻ പറയാം. ഒന്ന് ലാവണി. ലാവണി ഫോക്ക് ഡാൻസ് മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ കോലി, KOLI, കോലി മഹാരാഷ്ട്ര ഉള്ള ഫോക്ക് ഡാൻസ് ആണ്. മധ്യപ്രദേശ് ഒരെണ്ണം കൂടെ പറയാം. മാഞ്ച് നമ്മൾ പറഞ്ഞു മധ്യപ്രദേശാണ്. കൂടാതെ തീർത്ഥാലി ഫോക്ക് ഡാൻസ് വരുന്നത് മധ്യപ്രദേശിലാണ്. ഓക്കെ, ഹരിയാനയിൽ ആക്ച്വലി ഫാഗ്, കൊറിയ. ഇത് ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന PYQയിൽ കണ്ട 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇതല്ലാണ്ട് വേറെയും ഫോക്ക് ഡാൻസ് ഉണ്ട്. അതും എന്ത് ചെയ്യുക, തീർച്ചയായും റെഫർ ചെയ്തിട്ട് പോവുക. ഓക്കെ ആണല്ലോ? സോ ഒന്നുകൂടെ, ഹരിയാനയിൽ ഫാഗ് ആൻഡ് കൊറിയ, മഹാരാഷ്ട്രയിലെ ലാവണി, കോലി, മധ്യപ്രദേശിലെ നമ്മൾ ഓൾറെഡി മാഞ്ച് പറഞ്ഞു ക്വസ്റ്റ്യനിൽ തന്നെ, അതല്ലാണ്ട് തീർത്ഥാലി. ഓക്കെ ആണോ? ശരി, 13th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ഡേയിൽ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാൽഗുഡി ഡേയ്സ് ഈസ് ബേസ്ഡ് ഓൺ ദ വർക്ക്സ് ഓഫ് വിച്ച് ഇന്ത്യൻ റൈറ്റർ? ഏത് ഇന്ത്യൻ റൈറ്ററിൻ്റെ വർക്ക്സിനെ ബേസ് ചെയ്തിട്ടാണ് മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്ന വർക്ക് വരുന്നത്? ഓപ്ഷൻസ്: ശങ്കർ നാഗ്,
RK ലക്ഷ്മൺ, RK നാരായൺ, ഗിരീഷ് കർണാട്. നമുക്കറിയാം ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സ്ട്രാറ്റജിക്കാണ് നിന്ന് എടുത്തിട്ടുള്ള ആദ്യത്തെ 3-4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി ബോറിംഗ് ആ ടോപ്പിക്കായിട്ട് തോന്നാം, പക്ഷേ കോഡൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് കവർ ചെയ്യാൻ തന്നെ നോക്കുക. ഇതിൻ്റെ ആൻസർ ആക്ച്വലി RK നാരായൺ ആണ്. RK നാരായൺ. പലർക്കും RK നാരായൺ ആൻഡ് RK ലക്ഷ്മൺ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. RK നാരായൺ തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. RK നാരായണൻ്റെ ബ്രദറാണ് ആക്ച്വലി RK ലക്ഷ്മൺ ആൻഡ് ഹീസ് എ കാർട്ടൂണിസ്റ്റ്. മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. കാർട്ടൂണിസ്റ്റ് ആണ്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ പ്രൊമിനൻറ്റ് ഫിഗേഴ്സ് ആണ് കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നത്, അതിൽ RK ലക്ഷ്മൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഉത്തരം RK നാരായൺ. അപ്പോൾ RK നാരായൺ പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാൽഗുഡീസ് അല്ലാണ്ട് അദ്ദേഹത്തിനുള്ള വർക്കുകൾ ഏതൊക്കെ നോക്കേണ്ടി വരും. ഒന്നാമത്തെ വർക്ക് നമുക്ക് നോക്കുന്നത് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. മാൽഗുഡീസ് ഉറപ്പായിട്ട് അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഇംഗ്ലീഷ് ടീച്ചർ. എഗെയിൻ ഞാൻ പറയുന്നു, ഈ പറയുന്ന നമുക്ക് സ്ട്രാറ്റജിക്ക് പാർട്ട് വരുമ്പോൾ ഉറപ്പായിട്ട് 1-2 ബുക്സ് മാത്രമൊന്നും ആവത്തില്ല. ബട്ട് നമുക്ക് അത്രയെങ്കിലും എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. ബാക്കിയുള്ള അതും കൂടെ കവർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, RK ലക്ഷ്മൺ കാർട്ടൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ പേര് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ സൽമാൻ റഷ്ദി എന്ന് പറയുന്ന പേര് നോട്ട് ചെയ്ത് വയ്ക്കുക. സൽമാൻ റഷ്ദി കുറച്ച് പേർക്ക് അറിയായിരിക്കും. സൽമാൻ റഷ്ദി വിവാദമായതും അല്ലാത്തതുമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിന് വിവാദമായ പുസ്തകം പറ്റി പറയാൻ ആദ്യത്തെ ദ സൈറ്റാനിക് വേഴ്സസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. നൈഫ് അദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി ഇറങ്ങിയ പുസ്തകമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, ജോസഫ് ആൻഡൺ മറ്റൊരു പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓട്ടോബയോഗ്രഫി ആണെന്ന് ഡൗട്ട് വരും, പക്ഷേ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആണത്. ആരുടെ? സൽമാൻ റഷ്ദിയുടെ. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് ഓതറാണ് നമ്മുടെ സൽമാൻ റഷ്ദി. ഓക്കെ ആണോ? മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഇതൊക്കെ PYQ കണ്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. ഓക്കെ, ഇത് കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ, ഞാൻ ജസ്റ്റ് പേര് പറയാം. ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്? ഇന്ത്യൻ ഓതേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫിഗറാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, അതുപോലെ വൈ ഐ ആം എ ഹിന്ദു. ഓക്കെ, ശരി. പിന്നെ നമ്മൾ ഓപ്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഫെമിലിയർ ഒരു പേര് RK നാരായൺ. അതുപോലെ തന്നെ മറ്റൊരു പേരുണ്ടല്ലോ വളരെ സിമിലർ ആയിട്ടുള്ള KR നാരായൺ അല്ലേ? KR നാരായൺ. ഞാൻ ജസ്റ്റ് റബ്ബിയാണ്, നോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഈ പോയിന്റ്സ്. KR നാരായൺ ആരാണെന്ന് നമുക്കറിയാം അല്ലേ? ആരാണ് KR നാരായൺ? നമ്മുടെ 10th പ്രസിഡൻ്റാണ്, 10th പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് KR നാരായൺ. അദ്ദേഹം ഒരു മലയാളിയാണ്. അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ദളിത് പ്രസിഡൻ്റാണ് KR നാരായൺ. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹം ഇന്ത്യയിലെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചത്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് RK എന്ന പേര് കണ്ടപ്പോൾ എനിക്ക് ഫെമിലിയർ ആയിട്ട് ഓർമ്മ വന്നതാണ്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ലാതാവുന്നില്ല. പ്രസിഡൻസ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ തന്നെ ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് അല്ലേ, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. ശരി, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following acts under the Indian Constitution is described by Article 21A? ആർട്ടിക്കിൾ 21A ഡിസ്ക്രൈബ് ചെയ്യുന്ന ആക്ട് ഏതാണെന്നുള്ളതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ, ഓപ്ഷൻ ഡി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. കാണുമ്പോൾ കൺഫ്യൂസിങ് തോന്നാം, പക്ഷേ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. ആക്ച്വലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഒറിജിനലി
ഈ ആർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ലേറ്റർ അമെൻമെൻറ്റിലൂടെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അമെൻമെൻറ്റ് എന്താണ് അല്ലേ. നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് പേപ്പർ വലിച്ച് കീറി അല്ലെങ്കിൽ കുത്തി തയ്ക്കുന്ന പോലെ ഒരിക്കലും ഭരണഘടന എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് സർട്ടൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതിനെയാണ് അമെൻമെൻറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി 86ാമത് അമെൻമെൻറ്റിലൂടെയാണ് ആഡ് ചെയ്യുന്നത്. 86ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ്. വർഷം 2002. 2002 ആക്ച്വലി ഇത് അമെൻമെൻറ്റ് വന്നെങ്കിൽ പോലും 2009 ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നത്, ഫോഴ്സിൽ വരുന്നത്. കെയിം ഇൻ ടു എഫക്റ്റ് അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 2009 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ ആണോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് പറയാം. ഇതൊരു ആക്ച്വലി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരു മൗലിക അവകാശമായിട്ടാണ് ഇത് ആഡ് ചെയ്തത്. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് സ്ലൈഡിൽ. സോ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. ഒറിജിനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആഡ് ചെയ്യുന്നതും അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്യുന്നത്. 2002 ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2009 നോട്ട് ചെയ്യുക. 2009 പറയുമ്പോൾ ഓപ്ഷൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലേ, RTI. RTIയുടെ വർഷം എന്ത് തന്നെയാണ്, 2009 തന്നെയാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ശരി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്നലെ നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യം തന്നെ കടമെടുത്തതെന്ന് പറഞ്ഞു. എവിടെയാണ്, US അല്ലെങ്കിൽ റഷ്യ എന്ന് പറയാം. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തത് എവിടെ നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. USA നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം കടമെടുത്തത്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ നീളുന്നതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചില അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന പതിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വയലേറ്റ് ചെയ്താൽ നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റും. അങ്ങനെ ആ ഒരു ടേമിനെ വിളിക്കുന്നതാണ് ജസ്റ്റിഷ്യബിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജസ്റ്റിഷ്യബിൾ. എന്താണ്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് സുപ്രീം കോടതി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കാൻ പറ്റും. നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനും പറ്റും. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാം ഡീറ്റെയിൽ പോകാൻ പറ്റത്തില്ല, ലിമിറ്റേഷൻ എന്ന് നമുക്കറിയാം. ഒരു റിവിഷൻ സീരീസ് ആണ്. സോ ജസ്റ്റ് ബ്രീഫായിട്ട് അതിൽ കണ്ടന്റ് എന്താണെന്ന് മാത്രം എന്ത് ചെയ്യാം, നോക്കിപ്പോവാം. ഇതിൻ്റെ കോഡ് ഞാൻ പറയുന്നത് ആക്ച്വലി EF ER EC. EF ER EC. ഈ ഒരു ഓർഡർ പഠിച്ചിട്ട് നമുക്ക് വലിയ തെറ്റില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വലിയ തെറ്റില്ലാണ്ട് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റില്ലാണ്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും. വലിയ എഫേർട്ട് ഇല്ലാണ്ട് തന്നെ പഠിക്കാനും പറ്റും. നോക്കിയാൽ ആർട്ടിക്കിൾ 12 മുതലാണ് തുടങ്ങുന്നെങ്കിൽ പോലും നമുക്ക് റൈറ്റ്സ് ആയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതലാണ്. അപ്പോൾ 12, 13. ഈ 12 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് പോലത്തെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. സ്റ്റേറ്റ് എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് ആർട്ടിക്കിൾ 12. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആർട്ടിക്കിൾ 14 മുതലാണ് ആക്ച്വലി നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന രീതിയിൽ അതിനെന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ നീളുന്ന ഭാഗമാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. സോ E4 ഇക്വാലിറ്റി. ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ നീളുന്നത്. 19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളാണ് എഫ് എന്താണ്, റൈറ്റ് ടു ഫ്രീഡം. F ഫോർ ഫ്രീഡം. ചില സ്വാതന്ത്ര്യങ്ങൾ അല്ലേ, നമ്മൾ 21 ആർട്ടിക്കിൾ 21 ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമുക്കറിയാം എമർജൻസി സിറ്റുവേഷനിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എടുത്തു മാറ്റാൻ പറ്റില്ല. അവിടെ എക്സെപ്ഷൻ ഉണ്ട്, സ്റ്റിൽ അത് അറിഞ്ഞു വയ്ക്കുക. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് എന്ത്, ആർട്ടിക്കിൾ 21. എഴുതിയത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 21 ഓക്കെ ആണല്ലോ. സോ ബാക്ക് ടു ടോപ്പിക്. 19 to 22 ആണ് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് കവർ ആവുന്നത്. ഈ എന്തായിരിക്കും, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. E4 എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ചൂഷണത്തിന് വേണ്ടി എന്ന് വിചാരിക്കരുത്, ചൂഷണത്തിന് എതിരായിട്ട്. ആ കീവേഡ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനും ചൂഷണം ചെയ്യപ്പെട്ടാൽ അത് എന്താണ്, നമുക്ക് അത് നമ്മുടെ അവകാശം നേടിയെടുക്കാനായിട്ട് കോർട്ടിനെ സമീപിക്കാനുമുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 23 and 24. ആർട്ടിക്കിൾ 23 and 24 ഓക്കെ ആണല്ലോ. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആരെന്താണ് ചിലർക്ക് അറിയായിരിക്കും, റിലീജിയൻ ആണ്. റിലീജിയൻ
എന്ത് റിലീജിയൻ, നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ അക്സെപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമൊക്കെയുള്ള എന്താണ് ഫ്രീഡംസ് അല്ലെങ്കിൽ റൈറ്റ് ആണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ നമുക്ക് പതിച്ചു നൽകുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ എന്താണ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. എഡ്യൂക്കേഷനും കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റുകളാണ് 29ഉം 30ഉം. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ഒബ്വിയസ് നമ്മൾ ചിന്തിക്കും 31 പക്ഷേ 31 അല്ല. കാര്യം ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു, പക്ഷെ അത് എടുത്തു മാറ്റുകയുണ്ടായി. റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു ആർട്ടിക്കിൾ 31, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു, പക്ഷെ അത് ഒരു ലീഗൽ റൈറ്റാക്കി മാറ്റുകയുണ്ടായി. ഞാൻ ഒന്നുകൂടെ അന്ന് നോട്ട് ചെയ്യണം, പക്ഷെ നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ബാക്ക് ടു ഡിലീറ്റ് ചെയ്ത അല്ലെങ്കിൽ എടുത്ത് മാറ്റി റിമൂവ് ചെയ്ത ആർട്ടിക്കിളിലേക്ക് പോവാം. സോ ഇവിടെ വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, അഥവാ റിറ്റുകൾ. സി ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ റിറ്റുകൾ. ഓക്കെ, 5 റിറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. സോ തൽക്കാലം എന്ത് ചെയ്യാം, ഇതൊന്ന് റിവൈസ് ചെയ്യുക. പറഞ്ഞ കോഡ് ഇതായിരുന്നു, EF ER EC. ഓക്കെ, ഒന്നുകൂടെ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി, 19 മുതൽ 22 വരെ ഫ്രീഡം, 23 24 റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, 25ഉം 28ഉം റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ ഉള്ള റൈറ്റാണ്. 29 30ഉം എഡ്യൂക്കേഷൻ കൾച്ചറൽ ആൻഡ് 32 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ ആണല്ലോ? ഇതിൽ 21 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്രീഡത്തിൻ്റെ അകത്ത് വരുന്നതാണ് എന്താണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു, 2 കാര്യം വിട്ടുപോയത്. പിന്നെ ആഡ് ചെയ്യാന്ന് പറഞ്ഞ കാര്യം എന്താണ്, ആർട്ടിക്കിൾ 31 പറ്റിയാണ്. ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 31. ആർട്ടിക്കിൾ 31 ഒറിജിനൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, അത് നമ്മൾ എടുത്തു മാറ്റി. ആർട്ടിക്കിൾ 31 ഇപ്പോൾ എന്താണ്, ഇല്ല, അതെന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് 300A എന്ന് പറയുന്ന ഒരു ലീഗൽ റൈറ്റാക്കി മാത്രം മാറ്റി. ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, ഇപ്പോൾ എന്താണത്, ഒരു ലീഗൽ റൈറ്റാണ്. അങ്ങനെ എടുത്ത് മാറ്റുന്ന അമെൻമെൻറ്റ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ. 44th അമെൻമെൻറ്റ്. 44th അമെൻമെൻറ്റ് ആക്റ്റാണ് ഇൻ ദ ഇയർ 1978. നമ്മൾ ഇന്നലെ 42nd അമെൻമെൻറ്റ് ഡിസ്കസ് ചെയ്തല്ലേ. അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വിളിക്കുമെന്നും പറഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് അതിന് 2 വർഷത്തിന് ശേഷം 78ലാണ് വരുന്നത്. 44th അമെൻമെൻറ്റ് ആക്ട് 1978. ഓക്കെ ആണല്ലോ? ഇത് അത്രയും നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് റിറ്റുകളിലേക്ക് പോകാം. റിറ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ ആർട്ടിക്കിൾ 32 മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് റിറ്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട 5 റിറ്റുകളാണുള്ളത്, 5 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തേത് മാൻഡാമസ്. മൂന്നാമത്തേത് സെർഷ്യോറി. നാലാമത്തേത് പ്രൊഹിബിഷൻ. അഞ്ചാമത്തേത് കോ വാറണ്ടോ. ഇത് ഓരോന്നും ഇന്ന് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം കാണാപ്പാടം പഠിക്കണം ഞാൻ പറയില്ല. പക്ഷേ എന്താണെന്ന് എന്തായാലും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇതിനെപ്പറ്റി എന്താണ്, ഇതിൻ്റെ കണ്ടന്റ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ ഹേബിയസ് കോർപ്പസ് ഇപ്പോൾ സിനിമയിലൊക്കെ അല്ലേ, ദൃശ്യ മോഡൽ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള മൂവീസിലൊക്കെ, ലാലേട്ടൻ ചില മൂവീസിലൊക്കെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ആ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് വേറെ ഒന്നുമല്ലടാ, നമ്മൾ ഇല്ലീഗൽ ഡിറ്റൻഷൻ, അതായത് നമുക്ക് എന്താ പറയുക, ഒരാളെ അനധികൃതമായിട്ട് തടവിൽ പാർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കോടതിന് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതിയിൽ റിറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ്, ഒരാളെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അഥവാ എന്താണ് അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, അനധികൃതമായി അവരെ തടങ്കൽ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കോടതി മുന്നിൽ ഹാജരാക്കാൻ വേണ്ടിയുള്ള റിറ്റാണ്. മാൻഡാമസ് എന്ന് വെച്ചാൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയുന്ന ഓർഡറിടുന്ന ഒരു റിറ്റാണ് മാൻഡാമസ്. ഒരു പബ്ലിക് ഒഫീഷ്യൽ തൻ്റെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നോട്ട് ക്യാരിങ് ഔട്ട് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം. ഒഫീഷ്യൽ ഡ്യൂട്ടി ഞാനൊരു കീവേഡ് മാത്രം എഴുതി വയ്ക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, സോ ഒഫീഷ്യൽ ഡ്യൂട്ടി കൃത്യമായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, മാൻഡാമസ് എന്ന് പറയുന്ന ആ ഒരു റിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് സെർഷ്യോറി, CERTIORI. സെർഷ്യോറി എന്ന് വെച്ചാൽ ആക്ച്വലി
ഹൈക്കോർട്ട് ആൻഡ് ലോ കോർട്ട്, ഹയർ കോർട്ട് ആൻഡ് ലോവർ കോർട്ട് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് കോർട്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ലോവർ കോർട്ടിനോട് ഹയർ കോർട്ട് ആവശ്യപ്പെടുകയാണ് ചില കേസ് ഫയൽസ് അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്ക്സ് എന്താണ് റിവ്യൂവിന് വേണ്ടി ഹാജരാക്കാൻ പറയുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും പിന്നെ ഒരു റീചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കാം. സോ സെർഷ്യോറി എന്ന് പറയുന്നത് ഹയർ കോർട്ട്സ്, ഹൈക്കോർട്ട് എന്നല്ല ഞാൻ പറയുന്നത്, അഗെയിൻ ഹയർ കോർട്ടാണ്. ഇപ്പോൾ ഹൈക്കോർട്ടിന് ഹയർ കോർട്ട് എന്താ സുപ്രീം കോർട്ട്. അപ്പോൾ ഏത് കോർട്ടാണോ അതിൻ്റെ തൊട്ട് ഹയർ കോർട്ട്സിന് എന്താണ് ലോവർ കോർട്ട്സിനോട് ആവശ്യപ്പെടാൻ പറ്റും. എന്താണ് അവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റിവ്യൂവിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനെയാണ് എന്ത് പറയുന്നത് സെർഷ്യോറി. പ്രൊഹിബിഷൻ എന്താ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്നല്ല, സിമിലർ ഒരു ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്. ഹയർ കോർട്ട് പറയുവാണ് ലോവർ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറമെ പരിധി വിട്ടിട്ട് യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രൊഹിബിറ്റ് ചെയ്യുന്ന റിറ്റാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സോ പേര് പോലെ തന്നെ പ്രൊഹിബിറ്റ് ചെയ്യാണ്. ആരെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു? ഹയർ കോർട്ട്. ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കാൻ മതി. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഹൈക്കോർട്ടും സെർഷ്യോറി പ്രൊഹിബിഷനും ചേർത്ത് വെച്ച് പഠിക്കുക. ഹയർ കോർട്ട് ലോവർ കോർട്ടോട് പറയുവാണ് തൻ്റെ ജൂറിസ്ഡിക്ഷൻ പരിധി വിട്ട് കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന റിറ്റാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്ത കോ വാറണ്ടോ പേര് പോലെ ക്വസ്റ്റ്യനിങ് ആണ്. ക്വസ്റ്റ്യനിങ് അണ്ടർ വൂസ് അതോറിറ്റി, അതാണ് ആക്ച്വലി അതിൻ്റെ മീനിങ് എന്ന്. അണ്ടർ വൂസ് അതോറിറ്റി എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന റിട്ടാണ് നമ്മുടെ കോ വാറണ്ടോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശരി, അപ്പോൾ 5 റിട്ടുകളെ പറ്റിയും ഹേബിയസ് കോർപ്പസ് എന്താണെന്നും മാൻഡാമസ് എന്താണെന്നും സെർഷ്യോറി പ്രൊഹിബിഷൻ ആൻഡ് കോ വാറണ്ടോ എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറിയാത്തവരെ നോട്ട് ചെയ്യുക, അറ്റ്ലീസ്റ്റ് എന്ന് മനസ്സിലാക്കുക ഇത് എന്താണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോണുമെന്റ്സ് ബിൽഡ് ബൈ മുഹമ്മദ് ഖൂലി കുത്തബ് ഷാ ഈസ് സെഡ് ടു ബി ബിൽഡ് ടു കമമറേറ്റ് ദ എറാഡിക്കേഷൻ ഓഫ് പ്ലേഗ്? അഥവാ പ്ലേഗിൻ്റെ എറാഡിക്കേഷൻ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഖൂലി കുത്തബ് ഷാ പണികഴിപ്പിച്ച മോണുമെൻറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏതാടാ? ഇനി ഉത്തരം ചാർമിനാറാണ്. ചാർമിനാർ ആക്ച്വലി സിറ്റുവേറ്റ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഉണ്ട്. ഖൂലി കുത്തബ് ഷാ ആക്ച്വലി ബാഹ്മണി കിങ്ഡത്തിൻ്റെ പാർട്ടാണ്. അത് നമുക്ക് ആ ടോപ്പിക് വരുവാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. നിലവിൽ ചാർമിനാർ പണി കഴിപ്പിച്ചത് ഖൂലി കുത്തബ് ഷാ ആണെന്നും അത് ഹൈദരാബാദിലാണെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാമല്ലോ. അലൈമിനാർ പറയുമ്പോൾ നമുക്ക് കുത്തബ് പറയാം. കുത്തബ് മിനാർ ആക്ച്വലി പണി കഴിപ്പിച്ച ആരാണ് നമുക്കറിയാം. കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാർ പണി കഴിപ്പിക്കുന്നത്. ഓക്കെ, ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കുത്തബ് മിനാർ. സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രമാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷാണ്. ഓക്കെ ആണല്ലോ, അതുകൊണ്ട് നോട്ട് ചെയ്തോളൂ. ഇൽത്തുമിഷാണ് കുത്തബ് മിനാർ പണി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇൽത്തുമിഷ്. ഫത്തേബുർജ് എന്ന് പറയുന്നത് ആക്ച്വലി പഞ്ചാബിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു മോണുമെൻ്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാം നമുക്ക്. ഫത്തേബുർജ് പലരും കേട്ടിട്ടുണ്ടാവില്ല. ഫത്തേബുർജ് പഞ്ചാബിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ബാറ്റിലിൻ്റെ ഒരു വാർ മെമ്മോറിയലാണ്. ആക്ച്വലി ഫത്തേബുർജ് ഈസ് എ വാർ മെമ്മോറിയൽ. ഓക്കെ ആണല്ലോ. ഇത് ആക്ച്വലി 1710 ബാറ്റിൽ ഓഫ് ചപ്പാർ ചിരി. നല്ല വീട് പേരൊക്കെ ആയിരിക്കും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. സിഖ് ഹിസ്റ്ററി തന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ചപ്പാർ ചിരി. അതിൻ്റെ വിക്ടറി ആയിട്ടാണ് ഫത്തേബുർജ് പണി കഴിപ്പിക്കുന്നത്. ഓക്കെ, ഒരു വാർ മെമ്മോറിയൽ, വിക്ടറി വാർ മെമ്മോറിയലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഫത്തേബുർജ് പഞ്ചാബിലാണ്. അടുത്ത മുന്നത്തെ ഓപ്ഷൻ നമ്മൾ ഇനി നോക്കാമല്ലേ. അലൈമിനാർ. അലൈമിനാർ പണി കഴിപ്പിക്കുന്നത് ആക്ച്വലി അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ അലാവുദ്ദീൻ ഖിൽജിക്ക് കുത്തബ് മിനാറിനേക്കാളും ഇരട്ടി പൊക്കമുള്ള ഒരു ടവർ പണി കഴിപ്പിക്കണമായിരുന്നു. അതായിരുന്നു അലൈമിനാർ. പക്ഷേ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം അതിൻ്റെ കംപ്ലീഷന് മുന്നേ തന്നെ അദ്ദേഹം മരിച്ചു പോകുന്നുണ്ടാകുന്നതിന് അതിൻ്റെ കംപ്ലീഷൻ നടക്കുന്നില്ല. സോ അലാവുദ്ദീൻ ഖിൽജി കമ്മീഷൻ ചെയ്തെങ്കിൽ പോലും അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. സോ ഒരു ഇൻകംപ്ലീറ്റ് മോണുമെൻ്റ് ആണ് അലൈമിനാർ.
അലൈമിനാർ ഈസ് എ ഇൻകംപ്ലീറ്റ് മോണുമെൻറ്റ്. ഓക്കെ ആണല്ലോ? ശരി, ഇമ്പോർട്ടൻ്റ് ഉള്ള മോണുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓക്കെ, അക്ബറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്. അക്ബർ, അതിൻ്റെ കോഡ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത് ആൽഫി BP എന്നാണ്. ALFI BP. എനിക്ക് ആൽഫിൻ്റെ സുഹൃത്തുണ്ട്, സോ എനിക്കത് ഓർക്കാൻ എളുപ്പമാണ്. നമ്മൾ GK പഠിക്കുമ്പോൾ എപ്പോഴും കോഡ്സ് ഉണ്ടാക്കി പഠിക്കുക. നമുക്ക് അല്ലാണ്ട് നമുക്ക് ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ അല്ല എല്ലാവർക്കും ലിമിറ്റേഷൻ. നമുക്ക് പഠിച്ച് എപ്പോഴും എല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. സോ അതിൻ്റെ എളുപ്പമാണ് കോഡ് വെച്ചുണ്ടാകുക, കോഡ് വെച്ച് പഠിക്കുക. അപ്പോൾ എന്തില്ല, മറന്നു പോകത്തില്ല. നമുക്ക് ഇനി മറന്നു പോയാലും റിവൈസ് ചെയ്യുമ്പോൾ എന്താണ്, പെട്ടെന്ന് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ആൽഫി, A for ആഗ്ര ഫോർട്ട്, L for ലാഹോർ ഫോർട്ട്, F for ഫത്തേപൂർ സിക്രി. ഇതൊക്കെ അക്ബറിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. A for ഇബാദത്ത് ഖാന, B for ബുലന്ദ് ദർവാസ, P for പഞ്ച്മഹൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒറ്റ കോഡ് വെച്ച് എന്താണ് 6 മോണുമെൻറ്റ്സ് അവിടെ കവർ ചെയ്ത്. A for ആഗ്ര ഫോർട്ട്, L for ലാഹോർ ഫോർട്ട്, F for ഫത്തേപൂർ സിക്രി, I for ഇബാദത്ത് ഖാന, B for ബുലന്ദ് ദർവാസ ആൻഡ് P for പഞ്ച്മഹൽ. നമ്മൾ ഒരു കോഡ് പഠിക്കുന്ന ഗുണം ഇതാണ്, നമുക്ക് എന്താണ് പെട്ടെന്ന് റീറ്റെയിൻ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിവിഷനൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കോഡ് നിങ്ങൾ തന്നെ എന്താണ് കോഡ് ഉണ്ടാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നലെ പറഞ്ഞാണ്, ചിലപ്പോൾ നല്ല വിയേർഡ് കോഡ്സൊക്കെ ആയിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, എത്ര വിയേർഡ്നെസ് ഉണ്ടോ അത്രയും എന്താണ് നമ്മളത് ഓർത്തിരിക്കും. സോ 16th question. In 2015, underground glaciers of frozen water were discovered on. 2015 താഴെ പറയുന്ന 4 പ്ലാനറ്റ്സിൽ ഒരു പ്ലാനറ്റിൽ എന്താണ് അണ്ടർഗ്രൗണ്ടിൽ ഗ്ലേസിയേഴ്സിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളതാണ്. എൻ്റെ ഉത്തരം മാർസാണ്. ഓക്കെ, മാർസിന് മറ്റൊരു പേരുണ്ടല്ലോ, റെഡ് പ്ലാനറ്റ്. എന്തുകൊണ്ടാണ് റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് മാർസിനെ? ഫെറസ് ഓക്സൈഡ് അഥവാ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം സോയിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ബാക്കിയുള്ള വീനസിന് വേറൊരു പേരുണ്ടല്ലോ, ലൂസിഫർ അല്ലേ? ലൂസിഫർ, അത് മറക്കരുത്, അതിന് മറക്കതുമില്ല. അത് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ. ഇതൊക്കെ ആരുടെ പേരാടാ? വീനസിൻ്റെ പേരാണ്. വീനസിന് സാറ്റലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ജൂപ്പിറ്ററിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു 4 പ്ലാനറ്റ്സ് ഇന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതൊക്കെയാണ്? അയ്യോ, യൂറോപ്പ, കാലിസ്റ്റോ ആൻഡ് ഗാനിമീഡ്. ഇപ്പോൾ ഇന്നലെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, എന്താണ് റിവിഷൻ ആയിരിക്കും. ഗാനിമീഡാണ് എന്ത് നമ്മൾ പറഞ്ഞതാണ്, ഗാനിമീഡാണ് ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. ഓക്കെ, ഇത് കണ്ടുപിടിച്ച ആരാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ആരാണ്? ഗലീലിയോ ഗലീലിയാണ് ഈ 4 സാറ്റലൈറ്റ്സും ഡിസ്കവർ ചെയ്യുന്നത്. സാറ്റേണിനെ പറ്റി പറയുമ്പോൾ സാറ്റേൺ ആണ് നമ്മൾ എവിടെയെങ്കിലും റിങ്സ് ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. പക്ഷേ ആക്ച്വലി സാറ്റേൺ മാത്രമാണോ റിങ്സ് ഉള്ളത്? അല്ല. സാറ്റേണിനെ കൂടാതെ ബാക്കിയുള്ള 4, അതായത് നമ്മുടെ ലെസർ പ്ലാനറ്റ് എന്നും ആദ്യത്തെ 4 പ്ലാനറ്റ്സ് ലെസർ പ്ലാനറ്റ് എന്നും അടുത്തുള്ള 4 പ്ലാനറ്റുകൾ നമ്മൾ ഗേഷ്യസ് ജയൻസ് എന്ന് വിളിക്കാറില്ല. സോ ആ 4 പ്ലാനറ്റുകൾ ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ, സാറ്റേൺ കൂടാതെ ആ 4 റിങ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത്ര എവിഡൻ്റ് അല്ല. സാറ്റേൺ അപേക്ഷിച്ച് അത്ര എവിഡൻ്റ് അല്ലെങ്കിൽ പോലും എന്താണ് റിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ സാറ്റേണിനെ പറ്റി പറയുമ്പോൾ ആണ് നമുക്ക് റിങ്സ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ആ റിങ്സ് കണ്ടുപിടിച്ച ആരെന്നും ആ റിങ്സിനിടയിൽ ഗ്യാപ്പ് കണ്ടുപിടിച്ച ആരെന്നും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഈ ഗ്യാപ്പ് കണ്ടുപിടിച്ചത് കെസീനി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. കെസീനി. സോ അതുകൊണ്ട് തന്നെ ഈ ഡിവിഷൻസ്, അതായത് നമുക്ക് ഒരു സാറ്റേൺ റിങ്സ് എങ്ങനെയാണ്, ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് ഉണ്ട്, കുഞ്ഞു ഗ്യാപ്പ്, ഡിവിഷൻസ് ഉണ്ട്. സോ ഇതിനെ വിളിക്കുന്ന പേര് കെസീനി ഡിവിഷൻസ് എന്നാണ്. കെസീനി ഡിവിഷൻ. അപ്പോൾ അത് മറന്നു പോകത്തില്ല. കെസീനി ഡിവിഷൻസ്, ഈ ആരൊക്കെയാണ് കണ്ടുപിടിച്ചെന്ന് മാറിപ്പോകത്തില്ല. ഡിവിഷൻസ്, കെസീനി ഡിവിഷൻ, സി ഡി കെസീനി ഡിവിഷൻസ്. അപ്പോൾ റിങ്സ് കണ്ടുപിടിച്ചത് ഹ്യൂജീൻസ് ആണ്. ഹ്യൂജീൻസ്. സോ എന്താണ് സാറ്റേൺ റിങ് കണ്ടുപിടിച്ചത് ഹ്യൂജീൻസും, കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ ഡിസ്കവർ ചെയ്തത് ഗ്യാപ്പ്, കെസീനി, ആൻഡ് ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് കെസീനി ഡിവിഷൻസ്. ഓക്കെ ആണല്ലോ? ശരി, ഇതിൻ്റെ കൂടെ ഒരു ഫാക്റ്റ് എനിക്ക് പറയാനുള്ളത്, ഈ അണ്ടർഗ്രൗണ്ട് ഗ്ലേസിയേഴ്സ് ആക്ച്വലി കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇറ്റ്സ് ആസ് ബിഗ് ആസ് ലേക്ക് സുപ്പീരിയറിൻ്റെ അത്രയും വലിപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലേക്ക് സുപ്പീരിയർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള 4 ലേക്സ് ഏതെങ്കിലും ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ പ്രത്യേകതകളും ഡിസ്കസ് ചെയ്യാം. കാര്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്.
ഇനി പൊട്ടൻഷ്യൽ ഉണ്ട് വരാനായിട്ട്. സോ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ബിഗ്ഗസ്റ്റ് ലേക്ക് കാസ്പിയൻ സീ ആണ്. കാസ്പിയൻ സീ, പേരിൻ്റെ കൂടെയുള്ള സീ ഉള്ളതിന് എന്താണ്, അതിൻ്റെ വലിപ്പം എത്രത്തോളമാണെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കി തന്നത്. കാസ്പിയൻ സീ ഇത് ആക്ച്വലി യൂറോപ്പ് ആൻഡ് ഏഷ്യ, ഇതിൻ്റെ ഈ രണ്ട് ഭൂഖണ്ഡങ്ങളുടെയും മിഡിലായിട്ടാണ് കാസ്പിയൻ സീ വരുന്നത്, ഇൻ ബിറ്റ്വീൻ. അടുത്ത് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്, ഇത് ലാർജസ്റ്റ് ലേക്കാണ്, ഇത് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ലേക്ക് സുപ്പീരിയർ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏതാണ്, നമ്മുടെ സുപ്പീരിയറിൻ്റെ അത്രയും വലിപ്പമുണ്ട് മാർസിൽ ഡിസ്കവർ ചെയ്ത ആ അണ്ടർ വാട്ടർ ഗ്ലേസിയറിന്. ഓക്കെ ആണല്ലോ. ഇത് ആക്ച്വലി USA ആൻഡ് കാനഡ, USA-ലും കാനഡയിലും എന്താണ് പടർന്ന് കിടക്കുന്നു, അത് നോട്ട് ചെയ്യാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ലേക്കാണ് ലേക്ക് ബൈക്കൽ. ലേക്ക് ബൈക്കൽ ഒരു മലയാളി ടച്ചുള്ള പേരാണ്, പക്ഷേ ഇത് എവിടെയാണ്, ഇന്ത്യയിലല്ല, റഷ്യയിലാണ്. ലേക്ക് ബൈക്കൽ എവിടെയാണ്, ബൈക്കൽ കായൽ എവിടെയാണ്, റഷ്യയിലാണ് വരുന്നത്. ഓക്കെ, ശരി. ഇതിൻ്റെ പ്രത്യേകത ഇത് ആക്ച്വലി ഡീപ്പസ്റ്റ് ലേക്കാണ് ലേക്ക് ബൈക്കൽ. ഓക്കെ, ഇനി ലേക്ക് വിക്ടോറിയ. ലേക്ക് വിക്ടോറിയ ആഫ്രിക്കയിലാണെന്ന് മാത്രമല്ല ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ലേക്കാണ്. ലാർജസ്റ്റ് ലേക്ക് ഇൻ ആഫ്രിക്ക. അപ്പോൾ 4 ലേക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബിഗ്ഗസ്റ്റ് ലേക്ക് ആയിട്ടുള്ള കാസ്പിയൻ സീ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള ലേക്കാണ് കാസ്പിയൻ സീ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആകട്ടെ ലേക്ക് സുപ്പീരിയർ ആണ്, USA ആൻഡ് കാനഡയിലാണ് അത് അതിൻ്റെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ലേക്ക് ബൈക്കൽ റഷ്യ, ഇറ്റ്സ് ദ ഡീപ്പസ്റ്റ് ലേക്ക്, ഏറ്റവും ആഴം കൂടിയ ലേക്കാണ്. ലേക്ക് വിക്ടോറിയ ആഫ്രിക്കയിലാണ്, ആഫ്രിക്കയിൽ നിന്ന് ഏറ്റവും വലിയ കാരണം. മാത്രമല്ല ഇത് നൈൽ നദിയുടെ സോഴ്സ് ആണെന്നും പറയപ്പെടുന്നുണ്ട്, നൈൽ നദിയുടെ സോഴ്സ്. ഓക്കെ, ശരി. ജസ്റ്റ് ആ ഒരു ഞാൻ അതിൻ്റെ റിസർച്ച് ചെയ്തപ്പോൾ തന്നെ വായിച്ചപ്പോൾ ഒരു കീവേഡ് കണ്ടതാണ്, ലേക്ക് സുപ്പീരിയറിൻ്റെ അത്രയും വലിപ്പമുണ്ടെന്ന്. സോ അതിൽ നിന്നാണ് ഞാൻ ലേക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അപ്പോൾ അതും കൂടെ എന്നാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ റീപ്രൊഡ്യൂസ് ഓൺലി ത്രൂ എ സെക്ഷൽ മെത്തേഡ്. താഴെ പറയുന്നതിൽ സെക്ഷൽ മെത്തേഡിലൂടെ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ജീവി ഏതാണെന്നാണ്. ഇതിൽ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഫൈലംസ് ആൻഡ് ഫൈലത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. പല ഫൈലംസ് ഉണ്ട്. ഏതാണ്, ആനിമൽ കിങ്ഡത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഫൈലംസ്. ഞാൻ എല്ലാ ഫൈലവും പറയുന്നില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബയോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആനിമൽ കിങ്ഡവും പ്ലാന്റ് കിങ്ഡവും ഒക്കെ. അതെന്ത് ചെയ്യുക, തീർച്ചയായും റെഫർ ചെയ്ത് പോവുക. ഇതിൻ്റെ ഉത്തരം ആക്ച്വലി അനലിഡയാണ്. അനലിഡ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും എർത്ത് വേം. എന്താണ് എർത്ത് വേം? ലീച്ചസ് ഒക്കെ എക്സാമ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സെഗ്മെൻറ്റഡ് ആണ്. ഓക്കെ, സെഗ്മെൻറ്റഡ് ബോഡിയാണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ അനലിഡ. ബാക്കി സ്പഞ്ചസ്, ഹൈഡ്ര ഒക്കെ എന്താണ് ഡിഫറെൻറ്റ് ഫൈലംസ് ആണ്, അത് കൃത്യമായി നോട്ട് ചെയ്യുക. ഓക്കെ, ശരി. ഹീലിയോസെൻട്രിക് തിയറി ഡിസ്കവർ ചെയ്തത് ആരാണ്? ഹൂ ഡിസ്കവേർഡ് ഹീലിയോസെൻട്രിക് തിയറി? നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ജോഹന്നസ് കെപ്ലർ ആൻഡ് ഫ്രെഡറിച്ച് ബെസൽ. ചിലർക്കെങ്കിലും അറിയായിരിക്കണം. പിന്നെ ഉത്തരം ഏതാണ്? കോപ്പർനിക്കസ് ആണ്. ഓക്കെ, തിയറീസ് പറയുമ്പോൾ നമുക്ക് ബിഗ് ബാങ് തിയറി നമ്മൾ മുതൽ അങ്ങോട്ട് പല തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് ഉണ്ടായത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞത് ബിഗ് ബാങ് തിയറി. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. ബിഗ് ബാങ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ആക്ച്വലി ജോർജ് ലെമൈറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോപ്പർനിക്കസിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ എന്താണ് ഹീലിയോസെൻട്രിക് തിയറി. അതുപോലെ ഒന്നുള്ളതാണ് ജിയോസെൻട്രിക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ടോളമിയാണ്. ടോളമി ആണെങ്കിലും ഫസ്റ്റ് ലെറ്റർ പി ആണ്, പി സൈലൻ്റ് ആണ്. ഓക്കെ, സോ ടോളമി. കെപ്ലറെ പറ്റി പറഞ്ഞാൽ കെപ്ലേഴ്സ് ഒരു ലോ ഉണ്ട്, കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പോൾ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ്, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാടാ? ജോഹന്നസ് കെപ്ലർ ആണ്. ശരി. ബെസൽ ആക്ച്വലി ഹീലിയോസെൻട്രിക് തിയറി സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കോപ്പർനിക്കസിൻ്റെ കൂടെ തന്നെ ലേറ്റർ. ഓക്കെ,
ഫൈൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമല്ലോ. അയ്യോ, ഗലീലി പറയാൻ വിട്ടു. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ്, ടെലസ്കോപ്പിലെ ഇൻവെസ്റ്റിന് വേണ്ടി പലപ്പോഴും മിസ്കൺസെപ്ഷനോടെ വരുന്ന പേരാണ് ഗലീലിയുടെ പേര്. പക്ഷേ അദ്ദേഹം അത് ഇമ്പ്രൂവ് ചെയ്തതാണ്. 1609 ഗലീലി എന്ത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, തീർച്ചയായും അത് കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. സോ 1609 ഗലീലി എന്ത് ചെയ്യുന്നു, ടെലസ്കോപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. 1608 ഹാൻസ് ലിപ്പർഷേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. ടെലസ്കോപ്പ് ഓക്കെ ആണല്ലോ. ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നത് ഹാൻസ് ലിപ്പർഷേ. വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഹാൻസ് ലിപ്പർഷേ ഓക്കെ ആണല്ലോ. ശരി, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് പേര് കണ്ടപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ GK പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. റിവേഴ്സ് ലേണിംഗ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നെയും കാണുമ്പോൾ അതിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഒരു ടേം കണ്ട് എന്ത് ചെയ്യുക, തീർച്ചയായും എന്ത് ചെയ്യുക, അത് നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുക. അത് എന്ത് ചെയ്യുക, റീറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എന്നുള്ളതാണ്. WC ബാനർജി, ബാൽ ഗംഗാധർ തിലക്, അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂം, ദാദാഭായ് നവറോജി. ആരാണ്? പലപ്പോഴും തെറ്റായിട്ട് പറയാനുള്ള പേര് AO ഹ്യൂമിൻ്റെയാണ്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഉത്തരം WC ബാനർജി അഥവാ ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. ഓക്കെ, ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ INC ഫൗണ്ട് ചെയ്ത വർഷം അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1885. 1885 AO ഹ്യൂമാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഈ രണ്ട് പേരും കവർ ചെയ്തത് എന്താണ്, WC ബാനർജി INC ഫസ്റ്റ് പ്രസിഡന്റ് ആണെന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ AO ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്താണ്, ഫൗണ്ട് ചെയ്യണം. INCയുടെ ഫൗണ്ടറാണ്. അല്ലെങ്കിൽ ഐഡിയ ആരുടെയാണ്, AO ഹ്യൂമിൻ്റെയാണ്. നോട്ട് ചെയ്യുക. ഇനി ദാദാഭായ് നവറോജി, അദ്ദേഹമാണ് ആക്ച്വലി 3 ടൈം INC പ്രസിഡന്റ്. അതിനെ വിളിക്കുന്നൊരു പേരുണ്ട് വന്ധ്യവയോധികൻ അല്ലേ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അഥവാ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആരാണ്, നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് എഴുതാം. ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോണം. ഓക്കെ, നെക്സ്റ്റ് പേജ്. അപ്പോൾ ദാദാഭായ് നവറോജിയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാദാഭായ് നവറോജി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഡ്രെയിൻ തിയറി എന്ന് പറയുന്നൊരു തിയറി പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഡ്രെയിൻ തിയറി ആക്ച്വലി വേറെ ഒന്നുമില്ല, നമ്മുടെ വെൽത്തൊക്കെ ഇവിടെ നിന്ന് ഡ്രെയിൻ ചെയ്ത് ആരാണ് പ്ലണ്ടർ ആയിട്ട് ബ്രിട്ടീഷ് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു തിയറിയാണ് ആര് പ്രപ്പോസ് ചെയ്യുന്നത്, നമ്മുടെ ദാദാഭായ് നവറോജി പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ശരി. മാത്രമല്ല പോവർട്ടി ലൈൻ ഇതൊരു PYQ ആണ്, നോട്ട് ചെയ്യുക. പോവർട്ടി ലൈൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, ആദ്യമായിട്ട് പോവർട്ടി ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ദാദാഭായ് നവറോജി ആണെന്നും നോട്ട് ചെയ്ത് വയ്ക്കുക. PYQ ആണ്. ശരി. സോ നമ്മൾ സ്ലൈഡിൽ ഓഹ്യം കവർ ചെയ്തു. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, INCയുടെ ആദ്യത്തെ വിമൻ പ്രസിഡന്റ്. INC ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രസിഡൻസ് ഒക്കെ നോക്കി വയ്ക്കുമ്പോൾ ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഉറപ്പായിട്ട് നോക്കുക. ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ്. അതേസമയം ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പലർക്കും അറിയായിരിക്കും. ആരാണ്? സരോജിനി നായിഡു. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആനി ബെസന്റ് ആണ് ആദ്യത്തെ വിമൻ പ്രസിഡന്റ്. ഇത് INCയുടെ കാര്യമാണ് പറയുന്നത്. INCയുടെ ആദ്യത്തെ വിമൻ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്. ആദ്യത്തെ ഇന്ത്യൻ വിമൻ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു. ഓക്കെ ആണല്ലോ? തീർച്ചയായും നോട്ട് ചെയ്യേണ്ട പോയിന്റ്സുകളാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റൻ എത്തിക്കുകയാണ്. വിച്ച് വൈറ്റമിൻ എമംഗ് ദ ഫോളോവിങ് ഈസ് ക്രൂഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വളരെ ഈസി ആയ ക്വസ്റ്റൻ ആണല്ലേ, മിക്കവർക്കും അറിയാമായിരിക്കും. ഇതിൻ്റെ ഉത്തരം വൈറ്റമിൻ K ആണ്. വൈറ്റമിൻ K. ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ എന്തെങ്കിലും ഫെമിലിയർ ആവുന്നുണ്ടോ? ആക്ച്വലി നമുക്ക് വൈറ്റമിൻസ് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് സോല്യൂബിളും വാട്ടർ സോല്യൂബിളും.
ഫാറ്റ് സോല്യൂബിൾ ആൻഡ് വാട്ടർ സോല്യൂബിൾ. ഇതിൽ പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, ഇതിൽ ഏതാണെന്നുള്ളത്. എടാ ഫാറ്റ് എന്താണ്? ഫാറ്റ് നമ്മുടെ ശരീരത്തിന് കേടാണ്. KEDA, കേടാണ്. സോ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, ഈ നാലുമാണ് നമ്മുടെ ഫാറ്റ് സോല്യൂബിൾ അണ്ടർ വരുന്നത്. ഫാറ്റ് ശരീരത്തിന് കേടാണ്, KEDA, കേടാണ്. ബാക്കിയുള്ള ഏതൊക്കെയാടാ? ബിയും സിയും ആണ് വാട്ടർ സൊല്യൂബിൾ. സോ എന്താണ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ, എന്താണ് ഫാറ്റ് സൊല്യൂബിൾ എന്ന് ചോദിച്ചാൽ, വാട്ടർ സൊല്യൂബിൾ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഇതാണ്. വാട്ടർ സൊല്യൂബിൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്താണ്, അത് പോകുമ്പോൾ റീപ്ലനിഷ് ചെയ്യേണ്ടി വരും. നമ്മുടെ ശരീരം എന്താണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. വെള്ളത്തിൽ നമ്മുടെ സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, അത് പോകും. പക്ഷേ ഫാറ്റ് സൊല്യൂബിൾ എന്താണ്, അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആയിരിക്കും. എക്സസ് വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആയിട്ടിരിക്കും. അത് വാട്ടർ സൊല്യൂബിൾ പോലെയല്ല, നമുക്ക് പിന്നെ റീപ്ലനിഷ് ചെയ്യാൻ പറ്റില്ലെന്നല്ല, റീപ്ലനിഷ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, ഈ നാലും ആണ് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഡെഫിഷ്യൻസി ആൻഡ് ഡിസീസസ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം, വൈറ്റമിൻ എന്ന് പറയുന്ന ടോപ്പിക് വന്നുകൊണ്ട് മാത്രം അതിൻ്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കണക്ട് ചെയ്തിട്ട്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് സെറോഫ്താൽമിയ. മോസ്റ്റ്ലി ഐ റിലേറ്റഡ് ഡിസീസാണ് വരുന്നത്. പിന്നെ വരുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. ബിക്ക് വരുന്നത് ബെറിബെറി, ബി ഫോർ ബെറിബെറി. സി വരുന്നത് സ്കർവി. ഡി വരുന്നത് റിക്കറ്റ്സ്. ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. ഓക്കെ ആണോ? ശരി. ഈ കാരണം നമുക്ക് ഇൻഫെർട്ടിലിറ്റി ആണ് ഒരു പൊട്ടൻഷ്യൽ ഡിസീസായിട്ട് പറയുന്നത്. പിന്നെ അത് കെ ആണ്. കെ പറഞ്ഞത് നമുക്ക് ക്വസ്റ്റ്യൻ അതായിരുന്നു, ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവും. ഓക്കെ. കെ ഡെഫിഷ്യൻസി കാരണം എന്താണ്, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരു ഡിസീസാണ് എന്തെന്ന് പറയുന്നത്, കെ എന്ന് പറയുന്നത്. കെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതെന്ന്. ഓക്കെ. സോ ഒന്നുകൂടെ, എ ഡെഫിഷ്യൻസി കാരണം സെറോഫ്താൽമിയ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ബിയുടെ ഡെഫിഷ്യൻസി കാരണം ബെറിബെറി. സിയുടെ കാരണം സ്കർവി. ഡി റിക്കറ്റ്സ്. ഇയുടെ ഡെഫിഷ്യൻസി കാരണം ഇൻഫെർട്ടിലിറ്റി. കെയുടെ ഡെഫിഷ്യൻസി കാരണം ബ്ലഡ് ക്ലോട്ടിങ് ബന്ധപ്പെട്ട ഡിസീസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ റിവിഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടുവരിക. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്നാൽ നമുക്ക് ആ ഒരു കുറേ കണ്ടന്റ് നഷ്ടപ്പെടും. സോ നമുക്ക് വരാന്ത റൈസ് നിങ്ങളുടെ കൂടെ തന്നെ എന്ത് ചെയ്യാം, കവർ ചെയ്ത് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ എഫേർട്ട് ഇട്ട് കവർ ചെയ്ത് വരിക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വരാന്ത റൈസ്. കാണാം നമുക്ക്.